ബ്രിട്ടീഷുകാരോട് പോരാടിയ ആദ്യകാല നായകരിൽ ഒരാളായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. AD 1805 നവംബർ 30 വയനാട്ടിൽ പുൽപ്പള്ളിയിലെ മാവിലാംതോട് വച്ച് രക്തസാക്ഷിയാവുകയായിരുന്നു. നമ്മളാദ്യം ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. പുൽപ്പള്ളിയിലെ മാവിലാംതോട് പ്രദേശം. അന്നത്തെ ബ്രിട്ടീഷ് കളക്ടറാണ് വയനാട്ടിലെ മാനന്തവാടിയിൽ ഈ മണ്ണിൽ സൈനിക ബഹുമതികളോടെ അദ്ദേഹത്തെ സംസ്കരിച്ചത്. കുറച്ച് ചുവർ ചിത്രങ്ങളും അതിലൂടെ ചരിത്രം വിവരിക്കുന്നുണ്ട്. ഭൂനിരപ്പിൽ നിന്നും കുറച്ച് താഴെയായിട്ടാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. പഴശ്ശിക്കുടീരം മാനന്തവാടി, പത്മനാഭപുരം കൊട്ടാരം തക്കല, കോയിക്കൽ കൊട്ടാരം നെടുമങ്ങാട്, കൊട്ടാരക്കര തമ്പുരാൻ മ്യൂസിയം കൊട്ടാരക്കര, വേലുത്തമ്പി ദളവ മ്യൂസിയം മണ്ണടി, കൃഷ്ണപുരം കൊട്ടാരം കായംകുളം, ഹിൽ പാലസ് തൃപ്പൂണിത്തറ, ജൂതപ്പള്ളി ചേന്ദമംഗലം, ചുമർചിത്ര കലാ മ്യൂസിയം തൃശ്ശൂർ, ശക്തൻ തമ്പുരാൻ കൊട്ടാരം തൃശ്ശൂർ, കുഞ്ഞാലി മരക്കാർ മ്യൂസിയം വടകര, പഴശ്ശിരാജ മ്യൂസിയം കോഴിക്കോട്. ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന കൃഷി ആയുധങ്ങളും മൺപാത്രങ്ങളും വീട്ടുപകരണങ്ങളും എന്നിവ അതിൻ്റെ ഒറിജിനാലിറ്റിയിൽ തന്നെ ആരൊക്കെയോ ഉപയോഗിച്ച് പുതിയ തലമുറയ്ക്ക് കാണാനും അനുഭവിക്കാനും ഇവിടെ ക്രമീകരിച്ചതാണിത്. വളർത്തുമൃഗങ്ങളുടെ കഴുത്തിൽ കെട്ടുന്ന മണി, അതുപോലെ പണ്ടത്തെ തൊപ്പിക്കുട, നിലം ഉഴുതുന്ന കലപ്പ, ആട്ടുകല്ല്, ഉരൽ, ഉലക്ക, മുറം, കൊമ്മ, ചെമ്പ് പാത്രങ്ങൾ, ചിരട്ടത്തവി, ഇങ്ങനെ പല പല സാധന സാമഗ്രികൾ നമുക്കിവിടെ കാണാവുന്നതാണ്. പണ്ട് നെല്ലൊക്കെ സൂക്ഷിച്ചിരുന്നത് അതുപോലെ കൊമ്മ പോലത്തെ ഈ മുള കൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടയിലായിരുന്നു. ചരിത്രം പഠിക്കുന്നവർക്കൊക്കെ ഇത് ഒരു നല്ല അനുഭവമായിരിക്കും. പല കാര്യങ്ങളെക്കുറിച്ച് അറിയാനും, അതുപോലെ പണ്ടത്തെ നാണയങ്ങളും, അതുപോലെ അത് ഉപയോഗിച്ചിരുന്ന സ്ഥലങ്ങളും പ്രദേശങ്ങളൊക്കെ പ്രത്യേകമായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം കാണാനും അതിൻ്റെ ഒറിജിനൽ ഫീല് ഇവിടെ വന്നാൽ കിട്ടുന്നതായിരിക്കും. ഇവിടെ അടുത്തുള്ള പ്രദേശങ്ങളെക്കുറിച്ചൊക്കെ വിവരിക്കുന്നുണ്ട്. അതുപോലെ അടുത്തുള്ള പല കണ്ടുകിട്ടിയ സാധനങ്ങൾ ഇവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. വയനാട്ടിൽ ഇനിയും നമ്മൾ കാണാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ കണ്ട് പുതിയ പുതിയ വീഡിയോകളായിട്ട് നമ്മൾ ഇതിൽ നമ്മുടെ കടുവാസ് ചാനലിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നമ്മൾ കണ്ട കുറേ പ്രദേശങ്ങൾ ഇപ്പോൾ മാനന്തവാടി ഭാഗത്തേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. മാനന്തവാടിയിലുള്ള എല്ലാ പഴയ സ്മാരകങ്ങളും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതാണ് പീരങ്കി ഉണ്ട. ഇവിടെയായിരുന്നു പണ്ട് പീരങ്കി ഉണ്ടകൾ കിട്ടിയ സ്ഥലം. പ്രശസ്തമായ തിരുനെല്ലി ക്ഷേത്രമാണിത്. ചരിത്രം പഠിക്കുന്നവർക്കൊക്കെ ഇവിടെ വന്നാൽ ഭയങ്കര അനുഭവമായിരിക്കും. കാരണം പഴയകാല നാണയങ്ങൾ, അതിൻ്റെ ആകൃതിയൊക്കെ തന്നെ വേറെ രീതികളാണ്. പിന്നീട് പുതിയ തലമുറകളിലേക്ക് വന്നപ്പോഴുള്ള അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. ഞാൻ കുറച്ച് നാണയങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ടുള്ള നാണയങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ പഴയകാല നാണയങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ട് തന്നെ ഇല്ല. അപ്പോൾ ഇതൊക്കെ കാണണമെങ്കിൽ ഇവിടെ തന്നെ പോകേണ്ടി വരും. പൂർവികർ വിനിമയം നടത്തിയത് എങ്ങനെയാണെന്നൊക്കെ ഇത് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഓരോ കാലഘട്ടത്തിലും ഉള്ള വ്യത്യസ്തമായ നാണയങ്ങൾ അതിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത് ആദ്യകാലത്ത് മൃഗങ്ങളെ വേട്ടയാടാൻ ഉപയോഗിച്ചിരുന്ന അമ്പും വില്ലുമാണ്. ഇതൊക്കെ ഒറിജിനൽ അമ്പും വില്ലും തന്നെയാണ്. അന്നത്തെ കാലഘട്ടത്തിലെ പഴശ്ശിരാജ വാളും ഒക്കെ കാണാം. പഴയ രീതിയിലുള്ള ഭവനങ്ങൾ ഇതുപോലെയായിരുന്നു. അതിൻ്റെ ഒരു മാതൃകയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ളവർക്കും അനുഭവിച്ചിട്ടുള്ളവർക്കും ഇതൊരു
വലിയ അനുഭവം തന്നെയായിരിക്കും. അങ്ങനെ നമ്മൾ ആ കാഴ്ചകളെല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. മാനന്തവാടിയിൽ ഇനിയും ഒരുപാട് ഇതുപോലത്തെ ചരിത്രങ്ങളുണ്ട്. ആ ഉറങ്ങിക്കിടക്കുന്ന ചരിത്രങ്ങളെ നമുക്ക് നമ്മുടെ വീഡിയോയിലൂടെ പുറത്തെത്തിക്കണം. പല കാഴ്ചകളും നമുക്കിനി കാണാനുണ്ട്. എല്ലാവരെയും കടുവാസിൻ്റെ പുതിയ വീഡിയോകളിലൊക്കെ കാണാനായിട്ട് ക്ഷണിക്കുന്നു.